എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്നത് വാർത്തിക്കുടി പഞ്ചായത്തിലെ 3-ാം വാർഡ് പെരിഞ്ചാംകുട്ടി ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇല്ലെങ്കിൽ ദുരന്തങ്ങൾ കൊണ്ട് അനേകം ആളുകൾ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വഴി പോയവർ, വീട് പോയവർ, ജീവൻ തന്നെ നഷ്ടപ്പെട്ടവർ, അംഗവൈകല്യങ്ങൾ സംഭവിച്ചവർ, ഇവരെ പറ്റിയൊക്കെ നമ്മൾ പല പല ഫണ്ടുകൾ സ്വരൂപിക്കുകയും അത് പഞ്ചായത്ത് തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും അല്ലാതെയുള്ള തലങ്ങളിലൊക്കെ നമ്മൾ ഫണ്ടുകൾ സ്വരൂപിക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പല ഫണ്ടുകളും ഇല്ലെങ്കിൽ പല ഈ പൈസയാണല്ലോ അധികം എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായ രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഉത്തരം. നമ്മൾ ഈ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നേരെയുള്ള പക്ഷമായാലും ആരായാലും ഈ ഫണ്ടുകളെപ്പറ്റി, വന്നതിനെപ്പറ്റി, ഇല്ല ചിലവാക്കുന്നതിനെപ്പറ്റി, ചിലവായതിനെപ്പറ്റി ഒക്കെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കണക്കുകൾ പൊലിപ്പിച്ച് കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതിനിടയ്ക്ക് ഇതിന് കാരണക്കാരായിട്ടുള്ള ഇല്ലേ ഇതിൻ്റെ ഗുണഭോക്താക്കളില്ലേ ഉപഭോക്താക്കളായിട്ടുള്ള സാധാരണ ജനം ഇവിടെ കഷ്ടനഷ്ടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. പലർക്കും വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല, അവരിങ്ങനെ കടത്തലുകൾ കിടക്കുന്നു. വഴി നഷ്ടപ്പെട്ടവർക്ക് വഴി കിട്ടിയിട്ടില്ല, അവരിപ്പോഴും ഈ ആദിമ ഗോത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം പോലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ണു തുറന്ന് കാണണ്ട. നമ്മൾ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇല്ലെങ്കിൽ ആളുകൾ കാണുന്ന വെറുതെ രാഷ്ട്രീയം പറയുന്നിടത്ത് വയനാട് ദുരന്തത്തെ പറ്റിയും ഇല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായ പല ദുരന്തങ്ങളെപ്പറ്റി, ശിരൂർ മണ്ണിടിച്ചിലിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ വിലപിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് അവിടെ ഒന്നും ആൾക്കാർക്ക് ദോഷം ഉണ്ടായില്ലെന്നോ അവർക്ക് കഷ്ടം ഉണ്ടായില്ലെന്നോ അല്ല പറയുന്നത്. അവർക്ക് കഷ്ടങ്ങളുണ്ടായി, അവർക്കൊക്കെ അർഹമായ രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് അർഹമായ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഏത് രീതിയിലുള്ള സഹായം ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് 2018 ഇത് നല്ലപോലെ ഇപ്പോഴും വാഹനങ്ങൾ ഓടിക്കുന്നത് 10-25 ആളുകൾക്ക് മുകളിൽ 20 വീട്ടുകാർക്ക് മുകളിൽ ഉപയോഗിച്ചിരുന്ന വഴിയാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ? കാൽ നടക്കി ഓടി യോഗ്യമല്ല. പിന്നെ അപ്പുറത്തൊരു പാലമുണ്ട്, ആ പാലം ഞാൻ കാണിച്ചില്ല. പാലം തന്നെ പാലം അത് ആവശ്യമായിട്ടുണ്ടായതല്ല, മണ്ണിടിഞ്ഞ് പോയതല്ല, ലെവലായിട്ട് കിടന്നൊരു വഴി മണ്ണിടിഞ്ഞ് പോയിട്ട് ഇപ്പോൾ അവർ നാട്ടുകാർ തന്നെ ശ്രമഫലമായിട്ടൊരു കുറച്ച് കമുകും കാട്ടുതടികൾ ഇട്ട് അതിനകത്തൊരു ട്രിപ്പീസ് കളിക്കാരെ പോലെ, അതായത് സാധാരണ ഒരു ഈ റോഡിൽ നടക്കുന്ന ആൾക്കാർക്ക് നടക്കാൻ പറ്റത്തില്ല, അത്ര ഒരു സർക്കസ് അഭ്യാസികളെ പോലെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രാദേശികവാസിയുടെ ചേട്ടൻ പറയുന്നു അന്ന് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ആളുകൾ ഓടി വന്നു. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 20 ലക്ഷം രൂപ അവർക്ക് അനുവദിച്ചു. അവരുടനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വലിയ ഫ്ലെക്സ് ഒക്കെ അടിച്ച് ഇവിടെയൊക്കെ നാടുകളിലൊക്കെ കൊണ്ടുവച്ചു. ആ ഫ്ലെക്സ് അടിച്ചതല്ലാതെ പൈസയൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഇതുപോലെ പല ഫ്ലെക്സുകളും പല നാട്ടിലും പല ആളുകളുടെയും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇല്ല അടിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വഞ്ചിതരാകുകയാണ് ചെയ്തത്. നമുക്കിനി ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. 2018 പ്രളയത്തിന് പോയ ഒരു റോഡാണിത്. 10-25 കുടുംബക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജീപ്പ് ഉൾപ്പെടെ ഈ പിക്കപ്പുകൾ ഉൾപ്പെടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥയത് 2018 ഇത് പോയതാണ്. ഇതിനേക്കാൾ ഭീകരാവസ്ഥ ഇത് തൊട്ടപ്പുറത്ത് ഒരു പാലമുണ്ട്, ആ പാലത്തിൽ വാഹനങ്ങൾ കയറി ഓടിക്കൊണ്ടിരുന്ന. ഇപ്പോൾ ഒരു ട്രിപ്പീസ് കളിക്കാർക്ക് മാത്രമേ ആ പാലത്തിലൂടെ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം ഇവിടെ അയൽവാസിയായിട്ടുള്ളൊരു ചേട്ടൻ എത്തിയിട്ടുണ്ട്. ആ ചേട്ടനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും കാണാം. നമുക്ക് എന്നെപ്പോലെ ഒരാൾക്ക് ഈ പാലത്തെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത് ഒടിഞ്ഞ് താഴെ വീഴും. അത്ര അഗാധമായ കൊക്കയാണ് ഈ പാലത്തിൻ്റെ കീഴ്വശത്തുള്ളത്. അപ്പം ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ ഉള്ള ആളുകൾ സഞ്ചരിക്കാനുള്ള ഏക മാർഗമാണിത്. ഇത് ഇപ്പോൾ ആ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചത്, എന്താണ് കാര്യം. ഇതിനകത്തുള്ള രാഷ്ട്രീയ ഇടപെടലിനെ പിന്നീട് സംസാരിക്കാം. മെയിൻ റോഡിൽ നിന്ന് 10 മീറ്ററാണ് ഈ വഴിയിലേക്ക്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് അയാൾ സ്വന്തമായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് ഈ വഴി അങ്ങോട്ട് തിരിയുന്നത്. കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലേ ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഭവനത്തിലെത്താൻ പറ്റൂ. അതും ഈ പുറകിൽ കണ്ട വഴിയിലാണെങ്കിൽ ബസ് സർവീസ് ഉണ്ട്. മറ്റേ ഇടിഞ്ഞു കിടക്കുന്ന പാലത്തേക്കടെ കടന്ന് പോയാലും അവർക്ക് മറ്റേ വഴിക്ക് പോയാലും ബസ്സില്ലാത്ത ഗതാഗത സൗകര്യം ഇല്ലാത്ത ഒരു റോഡിലേക്ക് അവർ ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഭാഗം കൂടി ഇതിനകത്തുണ്ട്. വളരെയേറെ പ്രകൃതി രമണീയമായൊരു സ്ഥലം, നല്ല കൃഷിഭൂമികളാണ്. അങ്ങോട്ടുള്ള വഴിയാണ് ഈ 2018 ഇടിഞ്ഞു പോയിട്ട് ഈ കമുകും ഈ കമ്പുകളും വെച്ചിരിക്കുന്നത്. ഇതിലൊരു ഭീകരാവസ്ഥ ഇവിടെ നേരിട്ട് വന്ന് കണ്ടാൽ അതിൽ ഭീകരമാണ്. ഇതിനാണ് ഈ 20 ലക്ഷം രൂപയുടെ അനുവദിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് അനുവദിച്ചതും അത് കൊടുക്കാതിരിക്കുകയും ഇപ്പോഴും ഈ 2018 മുതൽ ഇത്രയും കാലമായിട്ടും 1 രൂപ പോലും ആരും മുടക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടകരമായ അവസ്ഥയാണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻ്റെ പേര് മാമസൻ. ഇവിടെ എത്ര വർഷമായി താമസം? ഞാനിവിടെ വന്നിട്ട് 18 വർഷമായി. അന്നൊക്കെ ഈ പാലം ഇങ്ങനെയാണോ? അതോ പാലമല്ല, ഇത് ഒരുപോലെ കിടന്ന റോഡാണ്. ഇതിപ്പോൾ
എന്നാ ഇത് വഴി ഇങ്ങനെ 2018 പ്രളയത്തിൽ പോയതാണ്. പോയതാ. അപ്പൊ അതിന് ബാക്കി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ഒരു സംവിധാനം ഉണ്ടായില്ല? വേറെ പൈസ ഒന്നും തന്നില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അന്ന് 20 ലക്ഷം രൂപ അന്നേരം ഞങ്ങൾ ഫ്ലെക്സ് ഒക്കെ വെച്ചു. പക്ഷേ മെമ്പറുടെ പേരില്ല, മെമ്പറുടെ പേര് പൈസ അനുവദിക്കുന്നു. പണി നടക്കായിരുന്നു. പിന്നെ പൈസ തന്നില്ല, ഫ്ലെക്സ് മാത്രം വെച്ചോളൂ. അപ്പൊ ഇത് എത്ര വീട്ടുകാരുണ്ട് ഇങ്ങോട്ട്? 10-25 വീട് മുകളിലുണ്ടാകും. അപ്പൊ ഈ പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ വേറെ വഴിയുണ്ടോ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ? വേറെ ഇപ്പൊ കിലോമീറ്റർ വിട്ട് അനാവധി കറങ്ങി വരും, ഒരുപാട് കിലോമീറ്റർ ചുറ്റണം. അപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ ഒരു സാധനങ്ങളൊക്കെ തലച്ചോടായിട്ട് നമ്മൾ പോകണം, അതേ മാർഗമുള്ളൂ. അപ്പൊ ഇതാണ് ഇതുപോലുള്ള ഓരോ നാടുകളുടെയും അവസ്ഥ. അപ്പൊ ഈ ചേട്ടൻ 18 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഇവിടെ നന്നായിട്ട് കിടന്നിരുന്ന റോഡ് ഇടിഞ്ഞു പോയതാണ്. അതുപോലും ചെയ്യാനായിട്ട് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിനോ ഇല്ല നമ്മുടെ നിയമസഭയ്ക്കോ ഇല്ല, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, അതിന് വേറെ സമരമാർഗ്ഗങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ചില്ലേ? ഞങ്ങൾ കാണാത്ത കളക്ടർ വരെ പോയി കണ്ടു. ഇതിനകത്ത് രാഷ്ട്രീയം വല്ലതും ഉള്ളതായിട്ട്? എല്ലാ രാഷ്ട്രീയക്കാരും നിങ്ങളുണ്ട്? എല്ലാ രാഷ്ട്രീയക്കാരും. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത് വേണ്ട, വോട്ട് ചെയ്യാൻ വരും. അന്നേരം നമ്മൾ ഫ്ലെക്സും വെക്കും. അന്നേരം ഫണ്ട് അനുവദിക്കും. ഫണ്ട് കിട്ടുകയില്ല. ഈ ഫ്ലെക്സിൽ വെക്കാൻ വേണ്ടി മാത്രം ഫണ്ട് അനുവദിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഈ ഏത് രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരില്ലെങ്കിലും സാധാരണ ജനത്തിൻ്റെ ദുരിതത്തിന് ഒരു അറുതിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യക്തമായ കാര്യം. ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ മറ്റ് പല കാര്യങ്ങളിൽ തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ഈ അർഹമായ കാര്യങ്ങൾ ആളുകളിലേക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഇത്തരം അനേകം കാഴ്ചകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ വലിയ വലിയ നേതാക്കന്മാരിൽ MLA-മാരും മന്ത്രിമാരൊന്നും കാണുകയില്ല. ഈ സാധാരണക്കാരൻ്റെ ഈ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഇതെൻ്റെ ഗതിയാണ്, ഞാനിത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ധാരണയിൽ ആൾക്കാരങ്ങ് ജീവിച്ചു പോവുക. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ മെമ്പർ ഇല്ല, നാളെ നമ്മുടെ MLA ഇല്ല, നാളെ നമ്മുടെ MP ഇത് ശരിയാക്കി തരും എന്ന് വിചാരിച്ച് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് മണ്ണുറഞ്ഞു പോകുന്നു. വീണ്ടും ഈ കാത്തിരിപ്പ് വരും തലമുറ തുടരുന്നു. ഇതിങ്ങനെയാണോ വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉണർന്ന് ചിന്തിക്കേണ്ട കാലമായി. ഇത്തരം നടപടികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം. ഇതിന് റോഡെങ്കിൽ റോഡ് ഇല്ല, ഇനിയിപ്പോൾ ഒരു പാലം ഇല്ലാണ്ട് പറ്റിയല്ല, അല്ലെങ്കിൽ ഒരു സൈഡ് കെട്ടിയിട്ട് മണ്ണിട്ട് പോകാം ചേട്ടാ, മണ്ണിട്ട് പൊക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ അതിന് പകരം നമ്മൾ ഇൻ്റർനാഷണൽ കഥയും പറഞ്ഞുകൊണ്ട് അതിലെല്ലാം നടന്ന് കോടാനുകോടികളുടെ ഫണ്ട്, ഇതിന് കോടാനുകോടികളൊന്നും വേണ്ട. അന്ന് മെമ്പർ അനുവദിച്ച് 20 ലക്ഷം രൂപ ധാരാളമായിട്ട് പണി നടക്കും. ബാക്കി ആളുകളും കൂടെ കൂടും. കാരണം ഇവർക്ക് വഴി ആവശ്യമായതുകൊണ്ട് കല്ല് നോക്കാനും മണ്ണി നോക്കാനും ഒക്കെ ഹൈറേഞ്ചിൻ്റെ പ്രത്യേകത അത്. ഈ പുതുപ്പണി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് അയൽവാസികളിലാണ് കൂടി ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. പക്ഷേ അതിന് പോലും തയ്യാറാകാൻ, അതിന് പോലും നേതൃത്വം വഹിക്കാൻ ഈ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളൊന്നും തയ്യാറല്ല എന്ന് പറയുന്നിടത്താണ് സങ്കടകരമായ അവസ്ഥ. ഇത്തരം പല കാഴ്ചകളും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയിച്ചാൽ നമുക്കിത് ജനശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കും. എല്ലാവരും സഹകരിക്കുക. നന്ദി, നമസ്കാരം.